ഇന്ന് പറയാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൂട്ടിയ 3 സ്റ്റോക്കുകളെ കുറിച്ചാണ്. നിലവിൽ 50% ഈ സ്റ്റോക്കുകൾ ഇടിഞ്ഞിട്ടുണ്ട്. അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമാണ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തേത് PG ഇലക്ട്രോപ്ലാസ്റ്റ്. കറണ്ട് പ്രൈസ് 795 ആണ്. 1 ഇയറിൽ 344% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. 1977 ഇവരുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ട്രോണിക് മാനുഫാക്ചർ ആൻഡ് സർവീസ് ലീഡിംഗ് ചെയ്യുന്ന കമ്പനിയാണിത്. ഈ സ്റ്റോക്ക് 52 മ്യൂച്വൽ ഫണ്ടുകൾ കൈവശം വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് 22,500 കോടിയാണ്. കറണ്ട് പ്രൈസ് 795, ഹൈ 1055, ലോ 146. പി റേഷ്യോ 106, ഡിവിഡൻഡ് ഈൽഡ് 0.03, ROCE 18.7%, ROE 18.9%, ഫേസ് വാല്യൂ 1. ഈ കമ്പനി കൺസ്യൂമർ ഡ്യൂറബിളിൽ സെക്കൻഡ് ലീഡിംഗ് കമ്പനിയാണ്. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ റിസോഴ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഡെപ്റ്റ് കുറച്ചിട്ടുണ്ട്. അതുപോലെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് കുറച്ചിട്ടുണ്ട്. സെയിൽസ് 2023 മാർച്ചിൽ 2160 കോടിയിൽ നിന്ന് മാർച്ച് 2024 2746 കോടിയായി ഉയർത്തി. അതുപോലെ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പബ്ലിക്കിന് 24.11%, പ്രൊമോട്ടേഴ്സിന് 49.37%. രണ്ടാമതായി ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ്. കറണ്ട് പ്രൈസ് 1519 രൂപയാണ്. മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 6978 കോടി. ഈ ഒരു സ്റ്റോക്ക് 1 ഇയറിൽ 172% റിട്ടേൺ നൽകി. 2025 ജാനുവരിയിൽ 11 മ്യൂച്വൽ ഫണ്ടുകളാണ് ഈ സ്റ്റോക്ക് സ്വന്തമാക്കിയത്. അതിന്റെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് മൂല്യം 703 crore. പ്ലാസ്റ്റിക് കോമ്പോണന്റ് മാനുഫാക്ചർ ചെയ്യുന്ന സെക്ടറിലേക്ക് പെട്ട കമ്പനിയാണ്. സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 1519 രൂപയാണ്. ഹൈ 1750, ലോ 451. പി റേഷ്യോ 83.2, ബുക്ക് വാല്യൂ 108. ഡിവിഡൻഡ് ഈൽഡ് 0.07%, ROCE 40.1%, ROE 30.3%. ഫേസ് വാല്യൂ 2. സെയിൽസ് നോക്കുമ്പോൾ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് മനോരമ ഇൻഡസ്ട്രീസ്. 1 ഇയറിൽ ഈ സ്റ്റോക്ക് 168% റാലി നടത്തിയിട്ടുണ്ട്. 2025 18 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്. അതിന്റെ മൂല്യം 250 കോടിയാണ്. ഈ കമ്പനി മെയിനായിട്ട് ഫാറ്റ്സ് ആൻഡ് ബട്ടർ മെയ്ഡ് ആൻഡ് നട്ട്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. അതുപോലെ ലോ റിട്ടേൺ ആണ് കമ്പനി തന്നത്. ഇതാണ് നെഗറ്റീവ് സൈഡ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോൾ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ നല്ലോണം സ്റ്റോക്കുകളെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക.